ഇത് നോക്ക്, ഇത് നിങ്ങളുടെ അപ്പന്റെ പാസ്ബുക്ക് അല്ലേ? ശരിയാന്നല്ലോ, അപ്പൻ അടച്ച കുറച്ച് തുകയും ബാലൻസും ഉണ്ട്. എത്ര രൂപയുണ്ട്? എല്ലാവരും ബോധം കെട്ട് വീഴാതെ വല്ല തൂണിലും പിടിച്ചോ. ഞാൻ തുക പറയാൻ പോകുന്നു. പാസ്ബുക്കിലെ തുക 64,000 രൂപ. പൂജ്യം വല്ലതും വിട്ടുപോയിട്ടുണ്ടോന്നൊന്ന് നോക്കിക്കേ. അപ്പന് വേണ്ടി നാളെ തന്നെ ഒരു കുർബാന ചൊല്ലിക്കണം. അപ്പം ബുദ്ധിമാനായതുകൊണ്ടാ ഇതൊന്നും പറയാതെ അങ്ങ് മരിച്ചത്. ഇതൊരു നിധി പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കാണും പുള്ളിക്കാരൻ. കഷ്ടകാലത്ത് ഉപകാരപ്പെടുമല്ലോ. അപ്പന്റെ ഒരു ബുദ്ധി സമ്മതിക്കണം. ഞങ്ങള് ടി വി മേടിക്കാൻ പോന്നു. ഇനി ഒരുത്തന്റെ മൂട് താങ്ങാതെ ക്രിക്കറ്റ് കാണാമല്ലോ. ഞങ്ങള് മേടിക്കുന്നത് നിങ്ങളുടെ പോലത്തെ പൊത്ത ടി വി ഒന്നുമല്ല. ഇത്രയും വരും അതിലെ പടം. നിങ്ങൾ ആ പാസ്ബുക്ക് മറക്കാതെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? തിരികെ വരുമ്പോ നമുക്ക് ആ സാരിക്കടയിൽ കൊടുന്ന് കേറണം. പിന്നെ ആ കിളവിടെ വാടക ഒന്ന് കൊടുത്തേക്കണം. രൂപ ബാലൻസ് കാണുന്നുണ്ട്. അതിന്റെ 16 കൊല്ലത്തെ പലിശയും ചേർത്ത് 1,20,000 രൂപ വരും. 16 കൊല്ലം ഓപ്പറേഷൻ ഇല്ലാത്ത അക്കൗണ്ട്സ് എല്ലാം ഹെഡ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുക. അതുകൊണ്ട് അവിടെ ചെന്ന് അന്വേഷിക്കും. ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താ. നമുക്ക് എന്നതായാലും കാറ് തന്നെ അങ്ങ് പോവാം. എനിക്ക് 2 വള കൂടി മേടിക്കണം. കല്യാണത്തിന് ഇട്ടോണ്ട് പോകാനൊന്നുമില്ല. അതിന് നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ലെഡ്ജറിലെ കണക്ക് പ്രകാരം മിനിമം ബാലൻസ് ഒഴിച്ച് ബാക്കി തുക മുഴുവൻ നിങ്ങളുടെ അച്ഛൻ പിൻവലിച്ചിരുന്നു. അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്താൻ അന്ന് ചിലപ്പോൾ ബുക്ക് കൊണ്ടുചെന്നിട്ടുണ്ടാവില്ല. നിലവിലുള്ളത് 11 രൂപ 40 പൈസയാണ്. വേണ്ടേ, അവിടെ ചൊറിയും കുത്തിയിരിക്കുന്ന നേരത്തെ ഇതിനെ ഒന്ന് പിടിച്ചാൽ എന്നാ? പിന്നെ എന്റെ അപ്പന് പണ്ട് എലിപിടുത്തമല്ലായിരുന്നോ ജോലി? ഈശോയേ, എന്റെ കാഞ്ചീപുരം സാരി മീനയുടെ കല്യാണത്തിന് ഉടുക്കാൻ വെച്ചിരുന്നതാ. നിങ്ങൾക്ക് എലിയെ പിടിക്കാൻ വൈകി പോയി മാത്രമെങ്കിലും പിടി. രണ്ടെണ്ണത്തിന് എപ്പ നോക്കിയാലും കളി തന്നെ കളി. വെറുതെ ഇരിക്കുമ്പോ നിനക്കൊക്കെ ആ എലിയെ ഒന്ന് പിടിച്ചാൽ എന്നതാടാ? ഞങ്ങളുടെ അപ്പനും എലിപിടുത്തല്ലായിരുന്നോ ജോലി? അയ്യോ, എന്റെ കുടയും എലി കയറണ്ടു. എന്താടാ വായി നോക്കി നടക്കുന്നത്? വെറുതെ തിന്നാ മാത്രം അറിയാം. നിനക്ക് ആ എലിയെ പിടിച്ച എന്നാടാ? നിന്റെ അപ്പൻ എന്നതായിരുന്നടാ ജോലി? എത്ര മാസം ഉണ്ട്? എന്ത് പറയടാ? അല്ല, അവധിയുടെ കാര്യം ചോദിച്ചേ. എന്താ അത് ആ ട്രീയിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത്? അതാണ് ചേട്ടാ ചക്ക. ഓ, ദാറ്റ് ഈസ് ചാക്ക. വാട്ട് ഈസ് ചാക്ക? അതിന്റെ കുരുവാണോ തിന്നുന്നത്? അല്ല, തൊലി. അതെ, എന്തൊരു കിടപ്പായത്. മോൻ അപ്പിയിട്ട് വൃത്തികേടാക്കിയത് കണ്ടില്ലേ? ഒന്ന് കോരി കളഞ്ഞൂടെ? ആ പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ 2 മാസത്തെ അവധി എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും സ്വൈര്യം തരികയല്ലെന്ന് വെച്ചാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊടയെടുത്ത് നന്നായില്ലേ? വേണ്ട, ഞാൻ ആ കെട്ടിടത്തിലെങ്ങാനും കയറി നിന്നോളാം. ഞാൻ കള്ളനല്ല, പഞ്ചായത്ത് പ്രസിഡന്റാ. മഴ നനയാതിരിക്കാൻ കേറിയതാ. ഒന്നിറങ്ങി പോടോ. ഇത് സ്ത്രീകൾ കുഴിച്ചിലും ചവിട്ടിത്തിരുമ്പ് നടത്തുന്ന സ്ഥലമാ. പ്രസിഡന്റിന് വരാൻ കണ്ട ഒരു സ്ഥലം. അതെയോ? അത് നന്നായി. അകത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? പിന്നെ നീ എങ്ങനെ അകത്ത് കയറിയ? ആട്ടെ, എന്നെ ഒന്ന് ചവിട്ടി തിരുമാവോ? പിന്നെന്താ, ആ പട്ടാളം ജാനകി ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഇന്ന പിടിച്ചോ ചവിട്ട്. തിരുമ്മ, ഇനി വീട്ടിൽ ചെന്നിട്ട് ചെയ്തോ. എന്തൊക്കെ വേണം സാർ? എന്തൊക്കെ ഉണ്ട്? ചപ്പാത്തി, പൊറോട്ട, കോഴി, ആട്, മാട്, പോത്ത്, പശു, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചില്ലി കറവയുള്ള പശു ഉണ്ടോ? അല്ല, പിള്ളേര് വരുമ്പോ കുടിക്കാൻ പാലിന് പുറത്തു പോകണ്ടല്ലോ. അതിലേതാ തിന്നാൻ വേണ്ടെന്നാ അവര് ചോദിച്ചത് ചേട്ടാ. ആ, എല്ലാം ഇത്തിരിച്ച പോരട്ടെ. വായി വെച്ച് നോക്കിയിട്ട് പറയാം. അതിനവര് സമ്മതിക്കല. വായി വെക്കാൻ സമ്മതിക്കുവേലേ, പിന്നെങ്ങനെ തിന്നും? നിന്റെ കയ്യിൽ എന്തുണ്ടടാ? എന്റെ ഈ 10 വരലുണ്ട്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, അറിയാവോടാ? അറിയാം പപ്പ. 4:30 ടോം ആൻഡ് ജെറി, 5 മണിക്ക് മിക്കി മൗസ്,
5:30 പോക്കേമോൺ, 6-ന് ജംഗിൾ ബുക്ക്, 6:30 പപ്പായ ഷോ. നമ്മള് ഭാര്യമാരെ ആ വരച്ച വരെ നിർത്തണം. അവരുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ചില ഭർത്താക്കന്മാരാണ്. ചേട്ടത്തിയല്ലേ വരുന്നത്? കയ്യിലെന്താ വെട്ടുകത്തി പോലൊക്കെ തോന്നുന്നല്ലോ. ദേ മനുഷ്യനെ ഒന്നിങ്ങി വന്നേ. അയ്യോ ഓടിക്കോ! ചേട്ടൻ എന്നാ ചെയ്തു? ആർക്കറിയാം, ഓടിക്കോ! ഇത് എന്നാത്തിനാ ഓടുന്നേ? ഒരു ചക്ക ഇട്ട് തരാൻ കുറെ നേരമായിട്ട് തിരക്കുന്നു. ഒന്ന് സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. അന്നേ ഞാൻ പറഞ്ഞതാ പിള്ളേരെ ചള്ളു സിനിമയൊന്നും കാണിക്കരുതേ കാണിക്കരുതേ എന്ന്. അവന് 10-12 വയസ്സ് പോലും ആയില്ല. കണ്ടില്ലേ, അവനൊരു പെങ്കൊച്ചു പ്രേമലേഖനം കൊടുത്തിരിക്കുന്നു. അവക്കേ അവനില്ലാതെ ജീവിക്കാൻ വയ്യാന്ന്. അവൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവള് കെട്ടിത്തൂങ്ങി ചത്തു കളയുന്ന് ഒരു മറുത എഴുതി വെച്ചിരിക്കുന്നു. ഇന്നാ പുന്നാര മോന്റെ പ്രേമലേഖനം വായിച്ചു നോക്ക്. ഇങ്ങനെ അറുകാലികളുണ്ടല്ലോ കർത്താവേ. ഈ സർക്കാർ പള്ളിക്കൂടത്തിലെ പിള്ളേരൊക്കെ അറുപിഴയാ. ഇവിടെ ആരെങ്കിലും പറഞ്ഞാ കേക്കണമല്ലോ. വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലെങ്ങാനും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ പിള്ളേര് 10 അക്ഷരമെങ്കിലും പഠിച്ചേനെ. ഇത് എഴുതിയവളെ ചുട്ടുകൊല്ലണം. അതെ അതെ, ഇത് എഴുതിയവളെ ചുട്ടു കൊല്ലണോന്ന് പണ്ടേ എനിക്ക് തോന്നിയിട്ടുള്ളതാ. എടി, ഇത് നീ എനിക്ക് 14 കൊല്ലം മുമ്പ് അയച്ച കത്താ. എന്നതാ അത്? അതെന്റെ കീശ കിടന്ന കത്തല്ല എടി, അത് അയക്കാൻ മറന്നുപോയ കത്താ. കണ്ടോ, അയക്കാൻ മറന്നുപോയ കത്താന്ന്. കർത്താവേ, ഒരു ഉളുപ്പും ഇല്ലാതെ പറയുന്നത് കേട്ടോ. ഇതിനു മാത്രം തഞ്ചട ഈ മനുഷ്യൻ എവിടുന്ന് കിട്ടി? എടി, ഞാൻ പറയട്ടെ. ഇനി എന്തോന്ന് പറയാൻ? മൂക്കി പല്ല് കിളുത്തല്ലോടോ. പാദവും പിടിച്ച് തൈലം തേച്ചിരിക്കേണ്ട പ്രായത്താ കിളവന്റെ ഒരു ശൃംഗാരം. പ്രേമിക്കാൻ നടക്കുന്നു മുതുകൊരങ്ങൻ. എടി, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. വയസ്സാം കാലത്ത് പീഡനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു മുതു. ഒന്ന് നിർത്ത്. ആരാണ്ട് മാന്യമാര് പുറത്തു വന്ന് നിൽക്കുന്നു. എല്ലാം കേട്ടെന്നാ തോന്നുന്നേ. ആകെ മാനക്കേടായല്ലോ. അവരൊക്കെ എന്നാ വിചാരിച്ചു കാണും? ഒരു പണിയുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടത് അയക്കാത്ത കത്ത് അഥവാ ചിരവത്തല്ല എന്ന സാമൂഹ്യ സംഘടന നാടകം. ഈ നാടകത്തിന്റെ ബാക്കി ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള. നിന്നെയൊക്കെ ആരാടി അറിയുന്നത്? എന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുള്ളത്. എന്നെയാണെ 10 പേരെങ്കിലും അറിയും. പിന്നെ അറിയും. കേസിലെ വക്കീൽ ഏതാന്ന് ചോദിച്ച ആർക്കാ അറിയാൻ പറ്റാത്തത്? ഞങ്ങളുടെ തറവാടേ തോമാസ് ലീഹാടെ പിന്തുടർച്ചക്കാരാ. തറവാടികൊക്കെ അതൊക്കെ പറഞ്ഞാ മനസ്സിലാകൂ. സ്വന്തമായ ഒരു വള്ളിനിക്കർ പോലും വാങ്ങാൻ പറ്റാത്ത മനുഷ്യനാ പ്രസംഗിക്കുന്നത്. വേണ്ടേ, നിങ്ങൾക്ക് ഈ സാധനം പോലും അവര് കൊണ്ടു തന്നതാ, ഓർത്തോ? ചേട്ടാ, ഇന്ത്യൻ പ്രസിഡന്റ് ചേട്ടന് 5100 രൂപ പാരിതോഷികം അയച്ചിരിക്കുന്നു. അയക്കും. അതിനും മാത്രം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടടാ. മതി ചേട്ടാ, ഒന്ന് വേഗം ഇറങ്ങ. യോഗം തുടങ്ങാൻ സമയായി. അങ്ങനെ ഇതാ ആ നിമിഷം സമാഗതമായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട രാരാശ്രീ ഇട്ടുണ്ണാൻ അവർക്ക് ഇന്ത്യൻ പ്രസിഡന്റ് നൽകുന്ന തുകയുമായി പോസ്റ്റ്മാനിത എത്തിക്കഴിഞ്ഞു. അവസാനമായി ആ തുക വാങ്ങി നമുക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. സുഹൃത്തുക്കളെ, ഒരബദ്ധം പറ്റി. മണി ഓർഡറിലുള്ള തുക ഈ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച യുദ്ധഫണ്ടിലേക്ക് അയച്ച തുകയായിരുന്നു. മണി ഓർഡറിൽ മേൽവിലാസം എഴുതിയപ്പോൾ പ്രസിഡന്റിന്റെ പേരെഴുതേണ്ട സ്ഥാനത്ത് അയച്ചയാളിന്റെ, അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ പേര് തെറ്റായി എഴുതി. അത് കാരണം മണി ഓർഡർ തിരികെ വന്നത്. ചേട്ടനോ? ചേട്ടന്റെ പുസ്തകം ഒന്നും ആയിട്ടില്ല. ചേട്ടൻ ഇരിക്കെ. ഇപ്പൊ തന്നെ 2 ആഴ്ച ആയല്ലോ. എന്നതാ താമസം? രമേശ് അത് തിരുത്തിക്കൊണ്ടിരിക്കുക, അതാ താമസം. ഞാൻ എഴുതിയത് തിരുത്താൻ അവനാരാ? അയ്യോ, ചേട്ടൻ ഉദ്ദേശിച്ച തിരുത്തല്ല, പ്രൂഫാ തിരുത്തുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പുസ്തകം അച്ചടിച്ച് കയ്യെ തരും, ഉറപ്പ്. എടിയേ, എന്റെ പുസ്തകം അച്ചടിച്ചേച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ എവിടേക്കാടി ഒന്ന് വെക്കുന്നത്? അടുപ്പിനകത്ത് വെക്കാം. നീ നോക്കിക്കോടി, എന്റെ പുസ്തകം ഇവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കും. 2 മാസമായിട്ടും
ഒരൊറ്റ പുസ്തകം പോലും വിറ്റില്ലല്ലോടാ. കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് അറയ്ക്കകത്ത് തന്നെ വെച്ചേക്കാം. വില കൂടുമ്പോ വിൽക്കാം. 60 രൂപ ഫിക്സഡ് വിലയാടാ, അത് മാറ്റാൻ പറ്റുകയില്ല. അതല്ല ചേട്ടാ, കടലാസിന് വില കൂടുമ്പം വിൽക്കുന്ന കാര്യമാ. 6 മാസമായി ഇതേവരെ ഒറ്റ പുസ്തകം വിറ്റിട്ടില്ല. അത് അവിടെ ഇരുന്ന് ഉള്ള സ്ഥലം കൂടി മെനക്കെടുത്തുവാ. ആ ഞാൻ വിക്കുപടി. തൂക്കി വിൽക്കും. പഴയ പേപ്പർ വീക്കിലി. ചേർത്തി പഴയ പേപ്പർ ഉണ്ടോ? എടോ, ഇതേമാതിരി ബുക്കേന് എന്നാ തരും? ഇത് തുണ്ടുകടലാസാ ചേർത്തി, കടക്കാരിത് എടുക്കുകയല്ല. ഇത് വേണ്ട. അപ്പൊ അതിനും കൊള്ളുകേല. ആ മുറിയിലിരുന്ന പുസ്തകമല്ല എന്തു വേണ്ടി? പടക്കം ഉണ്ടാക്കാൻ ശിവകാശിക്കാര് കടലാസ് തിരക്കി വന്നപ്പം ഞാൻ എടുത്തു കൊടുത്തു. ചേട്ടന്റെ പുസ്തകം വലിയ ഒച്ചപ്പാടുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയാ. ചേട്ടന്റെ പുസ്തകത്തിന്റെ ഒച്ചപ്പാടും പൊട്ടിത്തെറിയും ആ കേൾക്കുന്നേ.